തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയും ബി ജെ പിയും കൈകോർത്തു. തൊട്ടു പിന്നാലെ അണ്ണാ ഡി എം കെ ആയിട്ടുള്ള സഖ്യം ഇപ്പോൾ SDPI ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു രസകരമായ ഒരു സഖ്യമാണ്. കാരണം BJPക്കെതിരെ എല്ലാ കാലത്തും നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് SDPI. പക്ഷെ അവർ എന്തായാലും ഈ NDA സഖ്യത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഈ BJPയും അണ്ണാ ഡി എം കെയുമായി ചേരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം 2019 മുതൽ തന്നെയാണ്, അങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ ആ വർഷം തൊട്ട് തന്നെ BJPയും അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെയുമായി അവിടെ സഖ്യത്തിൽ മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിക്ക് വലിയ രീതിയിൽ അവിടെ അടിത്തറ ഇല്ല, രണ്ടായി പിളരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പനീർ സെൽവവും അതോടൊപ്പം തന്നെ എടപ്പാടി പളനിസ്വാമിയുമായി രണ്ട് സഖ്യമായി മത്സരിക്കുമ്പോൾ പിന്നീടായിരുന്നു അവർ എന്തായാലും ഈ BJP അന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇവർ രണ്ടുപേരെയും കൂട്ടിയിണക്കാനുള്ള ശ്രമം നടത്തുകയും അവർ BJPയുമായി സഖ്യത്തിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ സഖ്യം മത്സരിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് ഒരു 4 സീറ്റിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായത് അണ്ണാ ഡി എം കെക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ ഈ BJPയും അണ്ണാ ഡി എം കെ സഖ്യമുള്ളതിനാൽ തന്നെ അത് DMK-യിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അവിടുത്തെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാടിൻ്റെ BJPയുടെ പ്രസിഡന്റായ അണ്ണാമലയും അധികാരത്തിൽ അവിടെ ചുമതലയേൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ അണ്ണാമല ചുമതലയേറ്റപ്പോഴാണ് BJPക്ക് തമിഴ്നാട്ടിൽ സ്വന്തം നിലയിൽ വളരാനുള്ള കഴിവ് ഉണ്ടെന്ന കാര്യം മനസ്സിലായത്. അദ്ദേഹം ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ അണ്ണാ ഡി എം കെക്കാൾ ഒരുപക്ഷെ അണ്ണാ ഡി എം കെക്കാൾ വലിയ രീതിയിൽ അവിടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പാർട്ടിക്ക്. പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അണ്ണാ ഡി എം കെ അവിടെ 60-70 സീറ്റ് നേടി നിൽക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവായി മാറാൻ ഈ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. അണ്ണാമല അങ്ങനെ വലിയ രീതിയിൽ ജനകീയനായി മാറുമ്പോൾ സ്വന്തം കക്ഷിയായ ഈ അദ്ദേഹം ഒരു അഴിമതി വിരുദ്ധൻ എന്നൊരു മുഖമുണ്ടാക്കിയെടുത്തു. അങ്ങനെ അഴിമതി വിരുദ്ധൻ എന്ന മുഖമുണ്ടാക്കിയെടുത്തപ്പോൾ അദ്ദേഹം സ്വന്തം കക്ഷിയെ വിമർശിക്കും. അദ്ദേഹം DMK-യും വിമർശിക്കും, അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെയും വിമർശിക്കും. ജയലളിത വലിയ രീതിയിൽ അഴിമതി കാണിച്ചവരാണെന്ന രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് അവസാനം എടപ്പാടി പളനിസ്വാമിക്ക് ഈ അണ്ണാമലയെ കൊണ്ട് ഗതികെട്ട് അദ്ദേഹം സഖ്യം ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് BJP വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു 3-4% നിന്നും BJPക്ക് അവിടെ 10-13% BJPക്ക് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാനെല്ലാം കഴിഞ്ഞെങ്കിലും എന്നാലും സ്റ്റാലിൻ എന്ന വലിയൊരു നേതാവിനെ തകർക്കാൻ BJP കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ്റെ പാർട്ടി മാത്രം DMK സഖ്യം മാത്രം പൂർണ്ണമായി തന്നെ തമിഴ്നാട്ടിലെ സീറ്റുകൾ തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJPക്കും 0 സീറ്റാണ്, അണ്ണാ ഡി എം കെക്കും 0 സീറ്റ് നേടിയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ SDPയുമായി അണ്ണാ ഡി എം കെ സഖ്യം ചേരുന്നത്. അങ്ങനെ SDPയുമായി വലിയ രീതിയിൽ സഖ്യം ഉണ്ടാക്കുകയും പല സീറ്റുകളിൽ അവർ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ BJPയുമായി അണ്ണാ ഡി എം കെ സഖ്യമായത്. അങ്ങനെ അണ്ണാ ഡി എം കെ സഖ്യമായപ്പോൾ SDP ആ സഖ്യത്തിൽ ചേരുകയുണ്ട്. അത് വലിയ രീതിയിൽ പാർട്ടി അണികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആ രണ്ട് പാർട്ടികൾക്കും വലിയ പ്രതിസന്ധിയാണ്. കാരണം കേരളത്തിൽ തന്നെ അറിയാം SDPയും BJPയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം കൂടിയാണ് SDP. അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ തന്നെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. പോപ്പുലർ ഫ്രണ്ട് അവലും മലരും കുന്തിരിക്കവും എല്ലാം കരുതാൻ പറയുകയും ഈ പാലക്കാടും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെല്ലാം BJP നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ പ്രത്യേകിച്ച് അവർ BJPക്കെതിരെ മാത്രമാണോ എന്ന സംശയമുണ്ട്. ഹിന്ദുക്കൾക്കെതിരായും നിരന്തരം നിൽക്കുന്നൊരു പ്രസ്ഥാനമാണല്ലോ. ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്തായാലും BJPയോട് സഖ്യമായി ഈ തമിഴ്നാട്ടിൽ ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം വലിയ വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവസാനം SDPI ആ സഖ്യത്തിൽ നിന്നും പുറത്തു. ഇതിനിടയിൽ വഖഫ് ഭേദഗതി ബില്ലൊക്കെ വന്നപ്പോൾ SDPIക്ക് അനുകൂലമായിട്ട് അണ്ണാ ഡി എം കെ അനുകൂലമായിട്ടൊക്കെ നിന്നിരുന്നു. പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് BJPയിലോട്ട് ഈ ഒരു പാർട്ടി കൂട്ടിച്ചേർന്നപ്പോഴത്തേക്ക് ഈ SDPIക്ക് അതങ്ങോട്ട് രസിക്കാതെ വന്നത് അല്ലേ? കാരണം അത് ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു ഈ അണ്ണാ ഡി എം കെയും BJPയുമായുള്ള സഖ്യം. കാരണം ഈ വഖഫ് ബില്ല് പാസ്സാക്കുമ്പോൾ പോലും BJPക്കെതിരായി വോട്ട് ചെയ്ത ഒരു പാർട്ടിയായിരുന്നു അണ്ണാ ഡി എം കെ. കാരണം അന്ന് പ്രതിപക്ഷത്തായിരുന്നു. കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചെന്നൈയിലേക്ക് അമിത്ഷാ കടന്നു വരുന്നു. രാവിലെ അമിത്ഷാ വരുന്നു, വൈകുന്നേരമായപ്പോഴേക്കും
ഒരു സഖ്യപ്രഖ്യാപനം നടത്തുന്നു. അതിനു മുൻപ് വരെ പല മാധ്യമങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഡൽഹിയിൽ എടപ്പാടിയും അമിത്ഷായും തമ്മിൽ ചർച്ച നടന്നു, ഇനി അടുത്ത വർഷമായിരിക്കും ഈ സഖ്യപ്രഖ്യാപനം വരുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെ സഖ്യപ്രഖ്യാപനം ഉണ്ടായിട്ട്, അതാണ് BJPയുടെ മറ്റൊരു രീതി. കാരണം മാധ്യമങ്ങൾക്ക് പോലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി ധാരണയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് BJPയുടെ ദേശീയ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടാണ്. BJPയുടെ ദേശീയ പ്രസിഡന്റ് ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ഒരു ദിവസം യോഗി ആദിത്യനാഥ് എന്ന് പറയും, മറ്റൊരു ദിവസം ഫഡ്നാവിസ് എന്ന് പറയും, മറ്റൊരു ദിവസം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയും, കിഷൻ റെഡ്ഡി എന്ന് പറയും. അങ്ങനെ പല പേരുകളും BJPയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. BJPയുടെ കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായി തന്നെ നടക്കുന്നതാണ്. അത് തന്നെയാണ് നാം തമിഴ്നാട്ടിലും കണ്ടത്. സഖ്യപ്രഖ്യാപനം വളരെ പെട്ടെന്ന് നടന്നിട്ടുണ്ട്. SDP-യെ സംബന്ധിച്ചിടത്തോളം അവർ പല സംസ്ഥാനങ്ങളിലും വളരുന്നൊരു പാർട്ടിയാണ്. കേരളത്തിലും അവർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 100-ലധികം മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ പല പഞ്ചായത്തുകളിലും ഭരണത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കർണാടകയിലും പല സ്ഥലങ്ങളിലും, ഈ തമിഴ്നാട്ടിലും പല അതുപോലെ തന്നെ ശ്രീധ, ഇപ്പൊ കേരളത്തിലും BJPയുടെ ഒരു ആധിക്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ SDP-യെ ഒരു ഭാഗത്ത് വളരുന്നു എന്ന് ശ്രീധ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുക, ഒപ്പം തന്നെ തമിഴ്നാട്ടിലും BJPയുടെ ഒരു ആധിപത്യം ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ SDP-യെ ഇത്തരത്തിൽ BJPയിൽ ഈ അണ്ണാ DMK-യിൽ നിന്ന് മാറുമ്പോൾ ഒരു പക്ഷേ അണ്ണാ DMK-ക്ക് കുറച്ചുകൂടി ഒരു സാന്നിധ്യം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറുമ്പോൾ കുറച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ കുറേയധികം ബാധിക്കുവാൻ സാധിക്കില്ലേ? അല്ല, ആ പാർട്ടി എന്തായാലും കേരളത്തിൻ്റെ അത്ര പോലും കരുത്ത് SDP-ക്ക് തമിഴ്നാട്ടിൽ ഇല്ല എന്നത് വ്യക്തമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം 10% വോട്ട് വാങ്ങുന്ന ഒരു പാർട്ടിയായി തമിഴ്നാട്ടിൽ വളർത്തിയെടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് അവിടെ വലിയ പാർട്ടിയൊന്നുമില്ല. ഈ സഖ്യം ഒന്നെങ്കിൽ DMK-യുമായിട്ടോ അണ്ണാ DMK-യുമായിട്ടോ അവിടെ സഖ്യത്തിൽ മത്സരിച്ച് കുറച്ച് സീറ്റുകൾ നേടുക എന്നതായിരുന്നു BJP-യുടെ ലക്ഷ്യം. പക്ഷെ അണ്ണാമല വന്നപ്പോഴാണ് അങ്ങനെ സഖ്യമായി മത്സരിക്കുന്നതിനേക്കാൾ സ്വന്തം നിലയ്ക്ക് വളരുവാൻ ഉള്ള ഒരു സ്പേസ് അവിടെ ഉള്ളതായി BJP തിരിച്ചറിയുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു തരംഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ 13% വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. SDP എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അണ്ണാ DMK-ക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു നീക്കവും നടത്തിയിരുന്നു. എങ്ങനെയെങ്കിലും DMK-യുമായി സഖ്യം ചേരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും SDP ഒരു വർഗീയ പാർട്ടിയാണ്, മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവരുടെ മുഴുവൻ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. സോഷ്യലിസവും ജനാധിപത്യവുമെല്ലാം പേരിൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ അവർ എപ്പോഴും മതവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ബംഗാളിലെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഉണ്ടാവുകയും 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ 2 ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരെ കൊലപ്പെടുത്തിയിരുന്നു. അതിലെ അന്വേഷണം അവസാന ഘട്ടത്തിൽ പോയി നിൽക്കുന്നത് SDP-യിലാണ്. SDP-യാണ് അന്നുണ്ടായ കലാപത്തിന് പിന്നിലാണെന്ന രീതിയിലുള്ള വലിയ അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം ഇന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈരാറ്റുപേട്ടയാണ് ഈ SDP-ക്ക് വലിയ രീതിയിൽ ശക്തിയുള്ളത്. അവിടെ നമുക്കറിയാമല്ലോ, ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലവുമാണ് ഈ ഈരാറ്റുപേട്ട. അങ്ങനെ SDP-ക്ക് കേരളത്തിന്റെ അത്ര പോലും സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഇതിൽ ഏറ്റവും രസകരം അങ്ങനെയാണ്, 2 വിരുദ്ധ ചേരിയിലുള്ളവർ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ കേരളത്തിൽ ഈ മുസ്ലിം ലീഗിന്റെയും BJP-യുടെ സഖ്യം വരുമ്പോലെയാണ് ആ തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. SDP-യും BJP-യുമായുള്ള സഖ്യമുണ്ടായത്. പക്ഷേ ആ സഖ്യം എന്തായാലും അതിവേഗം തന്നെ SDP-യെ ഉപേക്ഷിച്ചിട്ടുണ്ട്. SDP ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിലാണല്ലോ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതെന്തായാലും ഈ BJPയോടൊപ്പം സഖ്യം ചേരുമ്പോൾ സ്വന്തം അണികൾ വിട്ടുപോകുമെന്ന ഭയം കൊണ്ടാണ് അവർ എന്തായാലും ആ സഖ്യത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.